ഇവരുടെ പേര് ജസ്ന സലീം എന്നാണ്. ഇവിടെ വീഡിയോയുടെ താഴെ മൊത്തം കമൻറ്റ് ബോക്സിൽ തെറിയായിരിക്കും. ഇവിടെ എന്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും തെറി കമൻ്റ് ആയിരിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്രയും ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നൊരു പെണ്ണാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ വീഡിയോയുടെ താഴെ ഒരു മുഷറത്താത്ത കമൻറ്റ് ചെയ്തു, എന്തിനാ മോളെ നാട്ടുകാരെ കൊണ്ട് വെടി എന്ന് പറയുന്നത്, ഈ നാട്ടിലെ വെടി നിന്റെ കെട്ടിയോൻ ഗൾഫിലെ വെടി. അപ്പോൾ അതിന് ഇവള് കൊടുത്ത മറുപടി വന്നാൽ വീട്ടുകാരെ ഇവിടെ ഈ മുഷറത്താത്തതിൻ്റെ വീട്ടുകാരെ മൊത്തം തെറി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് ഇവിടെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ എന്താണ് ഇതങ്ങനെയാണ് വീട്ടുകാരങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാ പറയുന്നത്. പക്ഷേ എന്നിട്ട് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടാണ്. അപ്പോൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവും. കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ മുഷറത്താത്ത എന്തായാലും പറഞ്ഞത് വളരെ മോശമായി പോയി. എന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ ഒരു പെണ്ണിനെ പറ്റി പറയാൻ പാടില്ല. എന്നാൽ കൂടി ഇവിടെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വീഡിയോയിൽ മൊത്തം എല്ലാവരും പച്ചക്ക് തെറി പറയണമെങ്കിൽ ഇവിടെ അത്ര പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് അന്യ പുരുഷന്മാരെ കൂടെ അങ്ങനെ കറങ്ങി നടക്കൂല. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചാണ്, അപ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യ വേറൊരാളെ കൂടെ വീഡിയോ എടുക്കാനും അങ്ങനെ ഇങ്ങനെ പോകില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് പറയും, കുടുംബത്തിൽ പിറന്നതെന്ന് പറയും, കുടുംബത്തിൽ പിറക്കാത്തതെന്ന് പറയും. ഇപ്പം നാട്ടിൽ ഇപ്പോൾ ഭർത്താവ് ഗൾഫിലാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെയുള്ള അന്യപുരുഷന്മാരോ ഫ്രണ്ടോ എന്തോ ആയിക്കോട്ടെ പോയിട്ട് വീഡിയോ എടുക്കുക, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോൾ നാട്ടിലും പൊതുവേ പറയും. ഈ ഇത്താത്ത പറഞ്ഞതിന് മോശമൊന്നുമില്ല, പൊതുവേ എന്ത് ചെയ്യും, വെടിയെന്നൊക്കെ പറയും. അപ്പോൾ അതിന് ഇവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെ, മുഷറത്താത്തൻ്റെ വീട്ടുകാരെ മൊത്തം തെറി പറഞ്ഞാൽ ഇവിടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ജസ്ന സലീമിന് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നീ ആർക്ക് വേണമെങ്കിലും നീ റിയാക്ട് കൊടുത്തോ. നീ റിയാക്ട് കൊടുക്കുമ്പോൾ നീ പെർഫെക്റ്റ് ആണെങ്കിൽ നീ എന്ത് ചെയ്യേണ്ടത്, കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിടുക. അപ്പോൾ അതിൽ വരുന്ന കമൻറ്റുകൾ നോക്ക്. പിന്നെ എന്തിനാണ് നീ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിടുന്നത്? അപ്പോൾ നീ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണെങ്കിൽ നീ കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിടുക. അപ്പോൾ അതിൽ നിന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിനക്ക് നീ കമൻറ്റ് ചെയ്യൂലേ? നിനക്ക് ആരും സപ്പോർട്ട് ഇല്ല നിനക്കറിയാലോ, അതുകൊണ്ടല്ലേ നീ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിരുന്നത്. നീ എങ്ങനെയാണ് റീച്ച് ഉണ്ടാക്കുന്നതൊക്കെ നമുക്കറിയാം. ഓക്കെ, നീ ഈ തെറ്റുകാരി മുഷറത്താത്തയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഏത് വീഡിയോ ഇടുമ്പോൾ റിയാക്ട് ചെയ്യുമ്പോഴും നീ കമൻറ്റ് ബോക്സ് ഒന്ന് ഓൺ ആക്കിയിടും. അപ്പോൾ അവിടെ നിനക്ക് സപ്പോർട്ട് വരുമോ നോക്കാലോ. അവിടെ നിനക്ക് പൂരെ തെറിയായിരിക്കും. അതുകൊണ്ടല്ലേ നീ ഓഫാക്കുന്നത് കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിടുക നീ പെർഫെക്റ്റ് ആണെങ്കിൽ.